നമ്മൾ ബീഫ് കറി വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത് അത് ഒന്ന് പരിവാകുന്ന സമയത്ത് വേണം നമുക്ക് സവാളയും തക്കാളിയൊക്കെ ചേർക്കാൻ. ഇത്രയും ആക്കി ഒന്ന് പാകമാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് ഏകദേശം പാകമായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവാളയും ഒക്കെ ചേർക്കണം. ചുമപ്പായി വരുന്നുണ്ട്. വേണ്ട സവാള, കരിയാപ്പില, തക്കാളി ഇത് ചേർക്കണം. ഇതൊന്ന് പാകമായിട്ട് വന്നിട്ട് വേണം നമുക്കതിലേക്ക് മസാലകൾ ചേർക്കണം. അതിനു വേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഗരം മസാല എടുത്തിട്ടുണ്ട്, എരിയില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിരിയൻ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എരി അടിക്കാൻ വേണ്ടി അത് കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. എരിയുടെ കുറവിന് വേണ്ടി ഇതാ ചേർത്തത്. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് ബീഫ് വേവിച്ച് മാറ്റി വെച്ചേക്കാൻ അതിനകത്ത് ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം അത് കുറവാണെങ്കിൽ നമ്മളതിലോട്ട് ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്.